സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആര്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആര്? KN രാജാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. KN രാജ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏത്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. രാജസ്ഥാൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏത്? ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏത്? യുറാനസ് ആണ്. യുറാനസ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആര്? ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആയിരുന്നത്. ഓപ്ഷൻ ബി ഫസൽ അലി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ പദ്ധതിയാണ്. ബക്രാനങ്കൽ പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്ര? 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്. 9ാം പഞ്ചവത്സര പദ്ധതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയിലാണ് പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംയുക്ത മേഖല. DNA പൂർണ്ണ രൂപം എന്ത്? DNA പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓപ്ഷൻ ബി ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ആണ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? സെറാമിക് ഗ്ലാസ്.
സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. റെനെ ലെനക്ക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏതാണ്? മഴവില്ലിന്റെ പുറം വക്കിൽ കാണുന്നത് ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറമാണ് പുറം വക്കിൽ കാണുന്ന നിറം. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോഡിയം സിട്രേറ്റ്. സൂര്യകാന്തിപ്പൂവ് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ ആണ്. ഓപ്ഷൻ സി സാന്തോഫിൽ. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ്. അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. രേവ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രേവ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകൾ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആര്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആര്? മദൻ മോഹൻ മാളവ്യ. ഓപ്ഷൻ സി മദൻ മോഹൻ മാളവ്യ. അരയ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? അരയ സമാജം. അരയ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഐരാപുരം. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ്? കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ ഏതാണ്? ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ. മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരുടെ ബഹുമാനാർത്ഥമുള്ളതാണ്? മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം APJ അബ്ദുൽ കലാമിന്റെ ബഹുമാനാർത്ഥമുള്ളതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം APJ അബ്ദുൽ കലാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്താണ്. ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഇടമലക്കുടി. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. മൈ മ്യൂസിക് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? മൈ മ്യൂസിക് മൈ ലൈഫ് എന്നത് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയാണ്. മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കർ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ആര്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ്
ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആര്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, MN റോയ്. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറ. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി, വ്യാവസായിക പദ്ധതി ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നത് ലൂണി നദിയാണ്. ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലൂ. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അരുണൻ. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട്. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുണ്ടേരിക്കടവ് കണ്ണൂർ ജില്ലയിലാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത്. അവസാദ ശിലകൾ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഹരിജൻ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏതാണ്? ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. ജീവകം കെ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാട്. ഓപ്ഷൻ സി വരയാട്. വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി? വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര്?
സ്വാമി ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ സി സ്വാമി ആനന്ദ തീർത്ഥൻ. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968. 1968. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ, പ്രദേശങ്ങൾ എന്നിവയാണ് ശരിയായത് ഏതെല്ലാം? ലൂ, നോർവെസ്റ്റർ, കാൽബൈശാഖി, മാങ്കോഷവർ എന്നിവയാണ് പ്രാദേശിക വാദങ്ങൾ തന്നിരിക്കുന്നത്. പ്രദേശങ്ങൾ തന്നിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, കേരളം, കർണാടക. ഇതിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4ഉം ശരിയാണ്. ലൂ ഉത്തർപ്രദേശില്, നോർവെസ്റ്റർ പഞ്ചാബ്, കാൽബൈശാഖി പശ്ചിമ ബംഗാൾ, മാങ്കോഷവർ കേരളം, കർണാടക. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2012. അപ്പൊ ആദ്യത്തെ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായി ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1978. അതുപോലെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഇരവികുളമാണ്. അടുത്ത ചോദ്യം, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ കൈത്തറിയാണ്. കൈത്തറി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ് തനിമ, കൃതിക എന്നീ പദ്ധതികൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുഖ്യമന്ത്രി. ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. പത്രങ്ങൾ തന്നിരിക്കുന്നത് കോമറേഡ്, ബോംബെ ക്രോണിക്കൽ, കർമ്മയോഗി, കോമൺവെൽത്ത്, ലീഡർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. കോമറേഡ്, മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ, ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി, അരബിന്ദ ഘോഷ്. കോമൺവെൽത്ത്, ആനി ബസന്റ്. ലീഡർ, മദൻ മോഹൻ മാളവി. ഒന്നുകൂടി നോക്കാം. കോമറേഡ്, മൗലാന മുഹമ്മദ് അലി. ക്രോണിക്കൽ, ബോംബെ ക്രോണിക്കൽ, ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി, അരബിന്ദോ ഘോഷ്. കോമൺവെൽത്ത്, ആനി ബസന്റ്. ലീഡർ, മദൻ മോഹൻ മാളവി. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാനാണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം. ഭൂട്ടാൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്.
അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക, ശരിയാണ്. മാഡം ബിക്കാജി കമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി, ശരിയാണ്. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു, ശരിയാണ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021 2021. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയുടെ സവിശേഷത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. സ്വയം പദ്ധതി. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് അപൂരിത കൊഴുപ്പിനെയാണ്. അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്. താഴെ പറയുന്നവയിൽ കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. കാൽഷ്യത്തിന്റെ അഭാവം ഓസ്റ്റിയോപൊറോസിസ് ആണ്. കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓസ്റ്റിയോപൊറോസിസ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ആരാണ്? VP മേനോനാണ്. VP മേനോൻ. പോയിന്റ്സ് നോട്ട് ചെയ്യുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. VP മേനോൻ. 1 ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻ. 1 ന്യൂട്ടൺ 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ. 10⁵ ഡൈൻ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര്? ഗുണാർ മിർദലാണ്. ഗുണാർ മിർദലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓപ്ഷൻ എ. ബക്ഷി ജഗബന്ധു ഏത് കലാപത്തിനാണ് നേതൃത്വം നൽകിയത്? ബക്ഷി ജഗബന്ധു പൈക കലാപം. ബക്ഷി ജഗബന്ധു പൈക കലാപത്തിനാണ് നേതൃത്വം നൽകിയത്. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി ഹീമോഫീലി. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യമേത്? ആതിഥേയത്വം വഹിക്കാത്തത് ചിലിയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് ആനാട് ഗ്രാമപഞ്ചായത്താണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആനാട് ഗ്രാമപഞ്ചായത്ത്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തുഖ്ഫത്ത് ഉൽ മുവാഹിദി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. തുഖ്ഫത്ത് ഉൽ മുവാഹിദി.
രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. മഞ്ഞ് എന്ന നോവൽ എഴുതിയത് ആര്? മഞ്ഞ് എന്ന നോവൽ എഴുതിയത് MT വാസുദേവൻ നായർ. കേരളത്തിലേക്ക് കന്യാവനം ഏത്? കേരളത്തിലേക്ക് കന്യാവനം സൈലന്റ് വാലി. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാംഗോ ഷവർ. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? നിയമവാഴ്ച ഇന്ത്യൻ ഭരണഘടന എടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. നിയമവാഴ്ച ബ്രിട്ടൻ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംക്ഷേപ വേദാർത്ഥം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മോസിം എന്ന അറബ് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലും വടക്കു കിഴക്ക് മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. ശരിയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ശരിയാണ്. വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ്. അടുത്ത ചോദ്യം, വ്യക്തിയെ തിരിച്ചറിയുക. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. 2ാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി? ഓപ്ഷൻ എ ആണ് ഉത്തരം. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ച നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. 2ാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പില് ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. വിദൂര സംവേദന ദിനം. അത് ഏത് ദിവസമാണ്? വിദൂര സംവേദന ദിനം ഓഗസ്റ്റ് 12 ആണ്. ഓഗസ്റ്റ് 12. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 1953. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി? പരിരക്ഷ. പദ്ധതിയുടെ പേര് പരിരക്ഷ. പോളിഡിപ്സിയ എന്താണ്? പോളിഡിപ്സിയ അമിതദാഹം. പോളിഡിപ്സിയ അമിതദാഹം. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? ശബ്ദത്തിന്റെ ആവൃത്തി ഹെഡ്സ് ആണ്. ഹെഡ്സ്. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത്. ആരുടെ വാക്കുകളാണിത്? അംബേദ്കറുടെ വാക്കുകളാണ്. ഓപ്ഷൻ ബി അംബേദ്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയർ. 1931 നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗാന്ധി ഇർവിൻ ഉടമ്പടി മൂലമാണ് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തത്.
1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഗാന്ധിജിയും അംബേദ്കറുമാണ്. 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഗാന്ധിജി, അംബേദ്കർ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. അവസാനത്തെ ചോദ്യം, ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.